പപ്പ റെഡിയായില്ലേ ഇതുവരെ? ഇല്ല. അതെന്തു പറ്റി? ബാ. ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോ. എന്തോന്നാ പപ്പ വരണമെന്ന് ഞാൻ അവിടെ ഓഫീസിൽ എല്ലായിടത്തും പറഞ്ഞിരിക്കുകയല്ലേ. നിങ്ങൾ പോയി എൻജോയ് ചെയ്തോ. നിങ്ങൾ പോയി നിങ്ങൾ കാര്യങ്ങൾ നോക്കും. പപ്പ പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി. എന്നിട്ട് പിന്നെന്താ പ്രശ്നം? പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം തീരുമാനിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. അവള് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുറേ പ്രശ്നങ്ങളിടയിലാണ് നമ്മൾ നിൽക്കണതെന്നാണ്. പപ്പയ്ക്ക് അറിയത്തുണ്ടോ നമുക്കൊരു 100 പ്രശ്നം, ഒരു 200 ചോദ്യമുണ്ട്. മോനെ, അതെ, പണ്ട് ഗ്രേസി നിന്നെ ഗർഭിണിയായ സമയത്ത് എൻ്റെ മുന്നിൽ 200 പ്രശ്നങ്ങൾ, 300 ചോദ്യങ്ങളുണ്ട്. അന്ന് എനിക്ക് സ്വന്തമായിട്ടൊരു ജോലിയില്ല, വരുമാനമില്ല, ഈ കാണുന്ന സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ഗ്രേസി നിന്നെ പ്രസവിച്ചത്. പിന്നീട് ഉണ്ടാക്കിയതാണ് ഈ വീടും മറ്റേ വീടും ഈ സാഹചര്യങ്ങളും എല്ലാം. മനസ്സിലായോ? അതുകൊണ്ട് അതൊന്നും നീ കാര്യമാക്കണ്ട, നീ ധൈര്യമായിട്ടിരിക്കും. പ്രശ്നങ്ങളുടെ ഇടയിൽ അല്ല, ഈ പ്രശ്നങ്ങളൊക്കെ ഇടയിൽ ഇതെങ്ങനെ ചെന്ന് നടക്കും എന്നുള്ളതാണ്. അതൊക്കെ ഇങ്ങനെ നടക്കും. ജീവിതമാകുമ്പോൾ ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങൾ തീർന്നിട്ടുള്ള മനുഷ്യന്മാരാരെങ്കിലും ഉണ്ടാവും? മനുഷ്യന്മാരാകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും. നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതത്തിനൊരു ത്രില്ലൊക്കെ ഉണ്ടാവുന്നത്. മനസ്സിലായല്ലോ? അത് ശരിയാണോ? പക്ഷെ പപ്പയുടെ കാലഘട്ടം പോലെയല്ല ഇപ്പോഴത്തെ കാലഘട്ടം. പണ്ട് എൻ്റെ അപ്പൻ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ഇതേ ഡയലോഗാണ് അടിച്ചിരുന്നത്. അപ്പൻ്റെ കാലഘട്ടമല്ല എൻ്റെ കാലഘട്ടം. അതാണ് നീ ഇപ്പോൾ പറയുന്നത്. എൻ്റെ കാലം അങ്ങനെയാണ്, അതൊരിക്കലും ആർക്കും വേണ്ടി കാത്തിരിക്കില്ല. അത് മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. മനസ്സിലായില്ല? ഇപ്പം നീ ടെൻഷൻ ഇപ്പം നിനക്ക് ജോലിയുണ്ട്, അവക്ക് ജോലിയുണ്ട്, വരുമാനമുണ്ട്, അത്യാവശ്യം മറ്റ് സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ഇതാണ് പറ്റിയ സമയം. ഇപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് കുഞ്ഞിനെ വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്കൊന്നും സെറ്റിലായിട്ടില്ല, അതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം എന്നൊക്കെ. ഈ പ്രശ്നങ്ങളൊക്കെ ഓവർകം ചെയ്ത് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുമ്പം നീ ഇപ്പോൾ ഓടുന്നതിനേക്കാൾ കുറച്ചുകൂടെ കാര്യമായിട്ട് സഞ്ചരിക്കും, കുറച്ചുകൂടെ കാര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. പക്ഷെ അപ്പോഴും നിങ്ങളുടെ ഈ ടെൻഷനും പ്രയാസങ്ങളും വരുമ്പോൾ നീ വൈകുന്നേരം ഓഫീസിൽ നിന്ന് വരുമ്പോൾ ആ കൊച്ചിന് വേണ്ടി ഒരു ടോയോ ഒരു ചോക്ലേറ്റോ കൊണ്ടുകൊടുക്കും. ആ കൊച്ചിൻ്റെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ നിൻ്റെ ഈ ടെൻഷനും പ്രയാസമൊന്നും ഒന്നുമല്ല. അപ്പം നീ മനസ്സുകൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരുവനായിരിക്കും. മനസ്സിലായില്ലേ? ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എപ്പോഴും എവിടെയെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളതിനെ മുന്നോട്ട് ധൈര്യമായിട്ട് പോകണം. അല്ലാതെ നമ്മൾ പേടിച്ച് പകച്ചു നിന്നാൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റൂല. അതെ, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ ജീവിതം എന്നുള്ളത് നല്ല ഒഴുക്കുള്ള ഒരു പുഴയാണ്. അതിനൊരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പം എനിക്ക് മുന്നോട്ട് ഒഴുകാൻ പറ്റൂല എന്ന് പറഞ്ഞത് നിലച്ചു പോവുകയും പിന്നോട്ട് ഒഴുകിയ ചരിത്രം ഉണ്ടായിട്ടില്ല. ഈ ധൈര്യമായിട്ടിടേ, എന്തിനും കട്ടയ്ക്ക് നിന്റെ പപ്പ കൂടെയില്ലേ, പിന്നെ എന്തിനു പേടിക്കണം? ഓക്കെ അല്ലേ? ആ